അടുക്കള. ഇനി അടുത്തത് ചായ ഇടാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ എല്ലാവർക്കും കട്ടൻ ചായയാണ് ആവശ്യം. പാൽ ചായ ആരും കുടിക്കില്ല. പാൽ ചായ കുടിക്കുമെങ്കിലും ഞാൻ എല്ലാവരും അല്ലാതെ വേറെ ആരും കുടിക്കുകയൊന്നുമില്ല. അവർക്കൊന്നും അങ്ങനെ അത്യാവശ്യമൊന്നുമില്ല. അപ്പം നമുക്ക് കട്ടൻ ചായ ഇടും. വെള്ളം എടുത്തതൊന്നും കാണിച്ചില്ലല്ലോ, കുഴപ്പമില്ല. കട്ടൻ ചായ ഇടും. മോൻ്റെ പേര് അഫ്സു. അഫ്സൂന്ന് വീട്ടിൽ വിളിക്കും. സ്കൂൾ ടൈം എന്ന് പറയുമ്പോൾ മുഹമ്മദ് അഫ്സൽ. എല്ലാം തകർന്നു പോകും. ഞാൻ ഇതിൻ്റെ ഉച്ചത്തേക്കുള്ള വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഒന്ന് കയറി കാണണേ. പിന്നെ മോനിക്ക് ചായ ആയിട്ട് കൊടുക്കൂല, പാല് കാച്ചി കൊടുക്കും. ഹോർലിക്സ് ഇട്ട് പാല് കാച്ചി കൊടുക്കും. ആദ്യമായിട്ടാണ് എൻ്റെ വോയിസൊക്കെ റെക്കോർഡ് ചെയ്യുന്നത് കേട്ടോ. എനിക്ക് സംസാരിക്കാനൊന്നും അങ്ങനെയൊന്നും അറിഞ്ഞൂടാ. അറിയാവുന്നത് പോലെയൊക്കെ ചെയ്യാം. ഇടയ്ക്ക് ഇപ്പം ആണെങ്കിൽ ചോദിക്കും, നീ എന്തിനാണ് ഒറ്റയ്ക്ക് കിടന്ന് ഇങ്ങനെ അടുക്കളയെന്ന് ചോദിക്കും. പാല് വെച്ചു, കട്ടൻ ചായക്ക് വെള്ളം വെച്ചു. നമുക്ക് ഇത് ഫ്രിഡ്ജാണെന്ന് ആരും വിചാരിക്കരുത്. ഇത് സാധനങ്ങളാണ് ഇതിൻ്റെ അകത്ത് മൊത്തം. കേടായ ഫ്രിഡ്ജാണ്. പഞ്ചസാര എടുക്കാം. പഞ്ചസാര ഞാൻ അടുക്കളയിലത്തെ വീഡിയോയൊക്കെ ഫുള്ളായിട്ട് ഞാൻ പിന്നീട് ഇടുന്നതാണ്. ഓക്കെ. എന്നെ കാണിക്കാത്തത് വേറൊന്നും ഉണ്ടല്ല. ഇപ്പോഴൊന്നും ഞാൻ എന്നെ കാണിക്കൂല, തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഇപ്പോഴൊന്നും കാണിക്കൂല കേട്ടാ. കുറച്ചും കൂടെയൊക്കെ ആയിട്ട് കാണിക്കാം. 42 സബ്സ്ക്രൈബറേ ആയുള്ളൂ. എല്ലാ കൂട്ടുകാരും കാണുന്ന എല്ലാവരും പ്ലീസ് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് തുടങ്ങിയതാണ്. കട്ടൻ ചായക്ക് വെള്ളം വെച്ചു, പാല് വെള്ളം വെച്ചു, തിളക്കട്ടെ. ഇതാണ് കേട്ടോ നമ്മളെ മുറ്റമെന്ന് പറയുന്നത്. മഴയൊക്കെ കഴിഞ്ഞ് വെയിലൊക്കെ വന്നിട്ടുണ്ട്. പിന്നീടൊക്കെ വീട്ടിലെ വീഡിയോയൊക്കെ ഞാൻ പിന്നീട് ഇടാമേ. അത് കാണുന്നത് കോഴിക്കോട്, അതൊക്കെ പിന്നീട് ഇടാം. എൻ്റെ സൗണ്ട് നല്ലോണം ക്ലിയറായിട്ട് കേൾക്കുന്നുണ്ടോ എന്നെനിക്ക് അറിഞ്ഞൂടാ. ഇതിനേക്കാളും സൗണ്ടൊക്കെ ഉണ്ട് വീഡിയോയിലായതുകൊണ്ടാണ് കേട്ടോ സൗണ്ടൊന്നും ഇല്ലാത്ത. ഇതിൻ്റെ ഇടയിൽ ഞാൻ മോൻ്റെ ഹോർലിക്സ് പിന്നെ തേയില പഞ്ചസാരയൊക്കെ ഇട്ടേ. പിന്നെ ഇനി വൈകുന്നേരം എന്ന് പറയുമ്പോൾ ഇവിടെ ഇനി പ്രത്യേകിച്ച് അങ്ങനെ ജോലിയൊന്നുമില്ല. മോന് അസർ ബാങ്ക് വിളിച്ചിട്ട് മോന് ട്യൂഷനാക്കണം. അത് കഴിഞ്ഞിട്ട് മുറ്റം തൂക്കണം. അങ്ങനത്തേക്കുള്ള ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉള്ളു കേട്ടോ. പിന്നെ വേറെ എന്താ, നിങ്ങളെല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടോ? പിന്നെ എല്ലാവരും കമൻസൊക്കെ ഇടണം കേട്ടോ, എങ്കിലേ എനിക്കും അറിയാൻ പറ്റുള്ളൂ ആരൊക്കെ കണ്ടെന്നൊക്കെ. കൊള്ളാമെങ്കിൽ കൊള്ളാമെന്ന് പറയണം, അല്ലെങ്കിൽ കമൻസായിട്ട് രേഖപ്പെടുത്തണേ. പിന്നെ ഞാൻ ബ്ലാ 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 അതും സംസാരിക്കണമൊന്നുമില്ല. അടുത്ത് മോൻ്റെ പാല് തിളച്ച് മോനിക്കുള്ളത് ഇവിടെ മാറ്റാൻ വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മളത് തിളച്ച് വരുന്നുണ്ട്. മാമ ഇക്ക ഞാൻ മോൻ എല്ലാവരും കൂടെ ഉള്ളതാണ് കേട്ടോ നമ്മളെ വീട്ടിൽ. വേറെ ആൾക്കാരൊന്നുമില്ല. പിന്നെ ഇക്കാക്കൊരു ചേട്ടനുണ്ട്. ചേട്ടൻ സെപ്പറേറ്റായിട്ട് അവർ താമസിക്കുന്നത്. ഇപ്പോഴും ഇന്ന് ഇവിടെ ആരുമില്ല. എല്ലാവരും ഇക്ക ജോലിക്ക് പോയി. ഇക്ക ജോലി എന്ന് പറയുമ്പോൾ ഓട്ടോയാണ് ഓട്ടിക്കണം. പിന്നെ മാമക്ക് കൂലിപ്പണി. മാമൻ കൂലിപ്പണിക്ക് പോയി. പിന്നെ മാമിക്ക് നമ്മളവിടെ നാട്ടിൻ പ്രദേശത്തൊക്കെ ഇവിടെ ശനി അല്ലെങ്കിൽ ഞായർ ദിവസങ്ങളിലൊക്കെ കുടുംബശ്രീ അങ്ങനെ ചില സ്ഥലത്തൊക്കെ അയൽക്കുടുംബം എന്താന്നൊക്കെ പറയും. ഇവിടെ കുടുംബശ്രീ എന്നാണ് പറയണത്. അതിന് പോയിരിക്കുന്നത്. ഇനി പോയിട്ടൊരു 4 മണിയൊക്കെ ആകുമ്പോൾ വരും. നമ്മൾ കട്ടനും തിളച്ചു. മൂടി വയ്ക്കാം. ഇപ്പോഴൊന്നും അതിൻ്റെ ആവശ്യമില്ല. മോൻ്റെ പാല്. അപ്പോൾ ഇതാണ് എൻ്റെ മോൻ്റെ വൈകുന്നേരത്തെ മുട്ട്. ഇത് കൊടുത്തിട്ട് മേലും കഴുകി അവനെ ട്യൂഷനാക്കണം. നമുക്ക് പോവാം.
ഇങ്ങനെ അടുക്കളയും വീടും സെപ്പറേറ്റ് ആണ് കേട്ടോ. ഇതാണ് അടുക്കള. അടുക്കളയൊക്കെ ഞാൻ പിന്നീട് കാണിച്ചു തരാം. ഇങ്ങനെ പോവും കേട്ടോ, ഇങ്ങനെ പോവും. ഇവിടെ ഇങ്ങനെ കൊണ്ടുപോകുന്നു. നീ അവിടെ ഉണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ കാണിക്കൂല. മോനെ കാണിക്കൂല കേട്ടാ, ഇപ്പോഴൊന്നും ആരെയും കാണിക്കൂലേ. ഞാൻ എൻ്റെ ചെറിയൊരു പൂന്തോട്ടം കാണിച്ചു തരാം. പൂന്തോട്ടം എൻ്റെ ഫസ്റ്റത്തെ വീഡിയോ ഇത് തന്നെയായിരുന്നു. പൂന്തോട്ടമായിട്ടൊന്നും പറയാനൊന്നുമില്ല, എന്നാലും ഇവിടത്തതൊക്കെ കാണിച്ചു തരാം. കാണാൻ പറ്റില്ല വെയിലായതുകൊണ്ട്. വെയിൽ വന്നാൽ വെയിൽ, മഴയാണെങ്കിൽ മഴ. ഇതെന്തൊരു ചെടിയാണെന്ന് എനിക്കറിഞ്ഞൂടാ. ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഇത്രയൊക്കെ ഉള്ളൂ. അങ്ങോട്ടൊക്കെ റോസിയുടെ കമ്പൊക്കെ വെച്ചിട്ടുണ്ട്, പക്ഷെ അതൊന്നും പൊടിച്ചൊന്നുമില്ല. മോനിക്ക് തുണികളൊക്കെ കഴുകിയിട്ടുണ്ട് കേട്ടോ.